നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിന് പല ടൈപ്പ് എൻജിൻ ഓയിൽസ് അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ തന്നെ രണ്ട് വേരിയൻസ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഒന്ന് നമ്മുടെ നോർമൽ ടൈപ്പ് എൻജിൻ ഓയിലും ഒന്ന് സിന്തറ്റിക് എൻജിൻ ഓയിലും. സിന്തറ്റിക് എൻജിൻ ഓയിലും നോർമൽ എൻജിൻ ഓയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതുപോലൊരു ഡൗട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. അജിൻ എബ്രഹാം ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിന്തറ്റിക് ആൻഡ് നോർമൽ ഓയിൽ? അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു സിന്തറ്റിക് ഓയിലും എന്താണ് ഒരു നോർമൽ ഓയിലും കൂടെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. നോർമൽ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു ഓയിൽ തന്നെയാണ് നമ്മുടെ നോർമൽ ടൈപ്പ് എൻജിൻ ഓയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും, അതായത് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരിക്കും. എന്നാൽ ഒരു സിന്തറ്റിക് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഒരു ലാബിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എൻജിൻ ഓയിലാണ് സിന്തറ്റിക് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സിന്തറ്റിക് ഓയിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ റീപ്ലേസ്മെൻറ്റ് പീരീഡ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെ 10,000 കിലോമീറ്റർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സിന്തറ്റിക് ആണ് നല്ലത്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് 10,000 കൂടുമ്പോൾ മാറുന്നുള്ളതുകൊണ്ട് സാധാരണ എൻജിൻ ഓയിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് നോർമൽ കമ്പനി റെക്കമെൻഡഡ് ആയിട്ട് വരുന്ന എൻജിൻ ഓയിൽ തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിലെന്താണ് വ്യത്യാസം മെയിനായിട്ട് വരുന്നത്? അതായത് സാധാരണ ഒരു വ്യക്തിയുടെ ഒരു മനസ്സുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻജിൻ ഓയിലിൻ്റെ കട്ടി, അതായത് നമ്മളൊരു തുള്ളി എൻജിൻ ഓയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കഴിഞ്ഞാൽ, ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ചെറിയൊരു കട്ടി നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു കട്ടി എൻജിൻ ചൂടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻജിൻ ഹീറ്റ് ആകുന്ന അനുസരിച്ച് എൻജിൻ ഓയിലും ചൂടാകുന്നുണ്ട്. അങ്ങനെ എൻജിൻ ഓയിൽ ചൂടാകുന്ന സമയത്ത് ഈ കട്ടി അങ്ങോട്ട് കുറയും. അതായത് നമുക്ക് ഈ റബ്ബ് ചെയ്യുന്നത് ചൂടുള്ള എൻജിൻ ഓയിലാണെന്നുണ്ടെങ്കിൽ, ചൂടുള്ള ഓയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഫിലിമായിരിക്കും ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് നമ്മുടെ എൻജിനകത്ത് ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പല ഭാഗത്തും ഓയിൽ ചെല്ലുന്നുണ്ട്. ചില ഭാഗത്ത് ഇത് ചൂട് കൂടിക്കഴിഞ്ഞാൽ സ്ലിം ആവുകയാണ്. അതായത് ഇതിൻ്റെ വിസ്കോസിറ്റി, ഈ ഒരു കട്ടിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതായത് ഒഴുകി പോകാനുള്ളൊരു റെസിസ്റ്റൻസിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കട്ടി ചൂടാകുന്ന സമയത്ത് ഈ കട്ടി കുറയും. നോർമൽ എൻജിൻ ഓയിൽസിൽ ഒരു പരിധിയിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സ്മൂത്തായിപ്പോവും, അതായത് കുറച്ചുകൂടെ തിന്നായിപ്പോവും. അങ്ങനെ തിന്നായി പോയി കഴിഞ്ഞാൽ ഇത് കയറി കത്താനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എൻജിൻ കൂടുതലും ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് എൻജിൻ ഓയിലൊക്കെ ബേൺ ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുന്നതിൻ്റെ പ്രധാന കാര്യം. അതേ സ്ഥാനത്ത് സിന്തറ്റിക് ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് കഴിഞ്ഞും കുറച്ചുകൂടെ കൂടിയാൽ പോലും പെട്ടെന്നൊന്നും ഇതിൻ്റെ വിസ്കോസിറ്റി നഷ്ടപ്പെടുന്ന, അതായത് പെട്ടെന്ന് ഈ വിസ്കോസിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ കട്ടി എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുക. അതായത് കട്ടി നഷ്ടപ്പെടുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് ഈ കട്ടി അങ്ങോട്ട് കുറയുന്നില്ല, അതായത് എത്ര ചൂടായാലും ഈ കട്ടിക്ക് മാറ്റം വരുന്നില്ല. എന്നാൽ നോർമൽ എൻജിൻ ഓയിലിന് ഈ ഒരു കട്ടിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ കത്താനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് ഒരു മെയിൻ ഡിഫറൻസ് ഈ സിന്തറ്റിക്കും നോർമൽ ഓയിൽ തമ്മിൽ നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ഏതാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നോർമൽ ഓയിൽ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം രണ്ടും ഞാൻ പറഞ്ഞതുപോലെ 10,000 കൂടുമ്പോൾ മാറാനുള്ള വലിയൊരു മാറ്റം നമ്മുടെ എൻജിന് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് സിന്തറ്റിക് ഓയിൽ ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മാറ്റം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. കൂടുതലും റേസിംഗ് കാർസും അങ്ങനത്തെയുള്ള വാഹനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിന്തറ്റിക് ഓയിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത്. സാധാരണ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം തന്നെയാണ്. സാധാരണ ഓയിൽ നമ്മുടെ സാധാരണ വാഹനങ്ങൾക്ക് മതി. ഈ പറയുന്ന ഓവറായിട്ട് ഹീറ്റ് ആവുന്ന, അതായത് ഓവർ റേസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ.